ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ്. ഇതിന് ചക്ക കുഴച്ചത് അല്ലെങ്കിൽ ചക്ക വേവിച്ചതെന്ന് പറയും. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു 6 ചക്കക്കുരു വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്കായിട്ട് പച്ചച്ചക്ക വട്ടത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതൊരു ചെറിയ ചക്കയുടെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഫ്രഷ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഫ്രോസൺ ചക്ക ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ചക്കക്കുരു അടിയിലിട്ടത് കാരണം ആ വെള്ളത്തിൽ കിടന്നത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് 1/2 കപ്പ് തേങ്ങായും 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 3 ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഴച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് വട്ടത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം നന്നായിട്ട് കുഴഞ്ഞു കിട്ടും. ചില സ്ഥലങ്ങളിലൊക്കെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ കുരുമുളക് ചതച്ച് ചേർക്കാറുണ്ട്. ഞാനിവിടെ ചേർത്തിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1.5 ടീസ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചക്ക കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിനായിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം.